ഏഷ്യ കപ്പ് തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചത്. പക്ഷേ പ്ലേയിങ് 11 എങ്ങനെയാകുമെന്നത് ആർക്കും തന്നെ അറിയില്ല. ഇപ്പോഴിതാ ഇന്ത്യയുടെ പ്ലേയിങ് 11 എത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യം ഏഷ്യ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ കളിക്കുന്നുണ്ട്. ലോക ക്രിക്കറ്റ് മൊത്തം ഉറ്റുനോക്കുന്ന മത്സരമായിരിക്കും ഇന്ത്യ പാകിസ്ഥാൻ മാച്ച്. അപ്പോൾ പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11 ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം സെപ്റ്റംബർ 14 വൈകിട്ട് 7:30 മാച്ച് ആരംഭിക്കുന്നത്. പാകിസ്ഥാനെതിരെ എന്ത് വില കൊടുത്തും ഇന്ത്യക്ക് ജയിക്കേണ്ടതുണ്ട്. ഇത് ഇന്ത്യയുടെ അഭിമാന പ്രശ്നമാണ്. ഇനി പ്ലേയിങ് 11 വന്നിട്ടുണ്ടെങ്കിൽ ശുഭ്മാൻ ഗില്ലും സഞ്ജുവുമായിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്നത്. ഗില്ല് വൈസ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് ടീമിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കില്ല. എല്ലാ മാച്ചിലും പ്ലേയിങ് 11 ഉണ്ടായിരിക്കും. ആദ്യ മാച്ചിൽ സഞ്ജു തന്നെയായിരിക്കും ഓപ്പണിങ്ങിൽ കളിക്കാൻ പോകുന്നത്. ഇനി സഞ്ജു ഫ്ലോപ്പായാൽ മാത്രമേ അഭിഷേക് ശർമ്മയ്ക്ക് സ്ഥാനം കിട്ടൂ. 3-ാം നമ്പറിൽ പതിവ് പോലെ തിലക് വർമ്മ കളിക്കും. അതുപോലെ സൂര്യകുമാർ 4-ാം സ്ഥാനത്താണ് കളിക്കാൻ പോകുന്നത്. 5-ാം നമ്പറിൽ ജിതേഷ് ശർമ്മ ഉണ്ടായിരിക്കും. ഹാർദിക് പാണ്ഡ്യ 6-ാം നമ്പറിലായിരിക്കും കളിക്കാൻ പോകുന്നത്. ഇനി ഓൾറൗണ്ടറായിട്ട് അക്സർ പട്ടേലും ടീമിൽ ഉണ്ടായിരിക്കും. ബൗളിങ്ങിനെ ഇന്ത്യയുടെ മുൻനിരയിൽ ജസ്പ്രീത് ബുംറ ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. അതുപോലെ കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയും ടീമിൽ ഉണ്ടായിരിക്കും. ബുംറയ്ക്ക് കൂട്ടായിട്ട് അർഷദീപ് സിംഗും പ്ലേയിങ് 11 ഉണ്ടായിരിക്കുന്നതാണ്. സഞ്ജുവിന്റെ ഏഷ്യ കപ്പിന് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഇപ്രാവശ്യം എന്ത് വില കൊടുത്തും ഇന്ത്യക്ക് കപ്പ് നേടണം. ഈ ഒരു അവസരത്തിൽ പാകിസ്ഥാന് മുൻപിൽ തോറ്റാൽ അത് ഇന്ത്യക്ക് നാണക്കേടാണ്. അതുകൊണ്ട് BCCI വലിയ പ്ലാനോട് കൂടിയാണ് പാകിസ്ഥാനെതിരെ കളിക്കാൻ പോകുന്നത്. പാകിസ്ഥാനെതിരെ സഞ്ജുവിനെ ഇറക്കാനാണ് അവരുടെ പദ്ധതി. സഞ്ജുവും ഗില്ലും കൂടി ഓപ്പണിങ്ങിൽ അടിച്ചു ചേർക്കും. ഗില്ലൊരു ഭാഗത്ത് പതിയാണ് കളിക്കുന്നതെങ്കിൽ സഞ്ജു മറുവശത്ത് അടിച്ചു കളിക്കും. സഞ്ജുവിലാണ് എല്ലാവർക്കും പ്രതീക്ഷ. കാരണം സഞ്ജു നേരത്തെ തന്നെ T20യിൽ കഴിവ് തെളിയിച്ചതാണ്. അപ്പോൾ നമുക്ക് ഏഷ്യ കപ്പിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.